എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അനിയത്തിയുടെ വീടാഴ്ചയാണ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് എൻഗേജ്മെൻറ്റ് തീരുമാനിക്കാനായിട്ട് പോണ ദിവസം കേട്ടോ. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞത് കഴിഞ്ഞ മാസം ഓണത്തിൻ്റെ ഒരു സമയത്ത് ഇരുന്നിട്ട് അതിന് ശേഷം ഇപ്പോഴാണ് വീടാഴ്ചയൊക്കെ വരുന്നത്. വീടാഴ്ചയ്ക്ക് പോകുന്നതന്നെ നിശ്ചയം ഉറപ്പിക്കാനായിട്ടാണ്. സാധാരണ അതിന് പോകാറ് ആണുങ്ങളാണ്. പക്ഷെ ഒരു വെറൈറ്റിക്കും ഞങ്ങളെ വീട്ടിലെ അവസാനത്തെ കല്യാണം അവളുടേതും കൂടി ആട്ടോ. സ്വന്തമായിട്ട് ആങ്ങളമാരൊന്നും പോകാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ചേച്ചിമാർ രണ്ടാളും പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് പാപ്പന്മാരും ഏട്ടന്മാരും മക്കളും പിന്നെ 2 അമ്മായിമാരും കേട്ടോ. അച്ഛൻ്റെ 2 പെങ്ങന്മാരെയും കൂട്ടാന്ന് വെച്ചു. അങ്ങനെ അവരൊക്കെ വിളിച്ചിട്ട് ഇതാ ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരോടും 11 മണിക്ക് കേട്ടോ വരാൻ പറഞ്ഞത്. ഏകദേശം ഓരോരുത്തരായിട്ട് എത്തുമ്പോൾ 11:30 ആയിരുന്നു. അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ 2 വണ്ടി കേട്ടോ വിളിച്ചിരുന്നത്. അതിലൊരു വണ്ടിയിൽ ആണുങ്ങളും ഒരു വണ്ടിയിൽ ഞങ്ങൾ പെണ്ണുങ്ങളും പോയിരുന്നു. അനിയത്തിയുടെ പ്രണയ കല്യാണം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 2-3 സ്റ്റോപ്പ് മാറിയിട്ട് അത്രേ ദൂരേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സന്തോഷത്തിലും ത്രില്ലിലായിട്ടാട്ടോ ഞങ്ങൾ ഈ വണ്ടിയിൽ കയറിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഈ വീഡിയോ കൂടുതൽ എടുത്തത് കൈ കൊണ്ട് തംസപ്പ് അടിച്ച ഞങ്ങളെ പാപ്പൻ്റെ മോളാട്ടോ. ഓളാണ് എനിക്ക് കുറേ വീഡിയോ എടുത്തെന്ന് എന്നെ സഹായിച്ചത്. വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ത്രില്ലടിച്ചിട്ടാണെങ്കിലും നമ്മളിവിടെ അടുത്തേക്കാണല്ലോ പോണത്. അധികം നേരമൊന്നും വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വേഗം അവിടെ എത്തിയേ. വലിയ ചേട്ടാ അവളാണ് ഓന് പൊക്ക കൊടുത്തിട്ടുള്ളത്. മിഠായി ഞാൻ കൊടുത്തു. പോവല്ലേ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി ഒന്ന് നിൽക്കുന്നു പറഞ്ഞിട്ട് അവൾ കേട്ടതേയില്ല. അവളങ്ങനെ നടന്നുകൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വേഗം വന്നതാ അവിടെ കസേരയിലേക്ക് വന്നിരുന്നു കേട്ടോ. ഞങ്ങളവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളം. ഈ ചൂടത്തെ ഏറ്റവും നല്ലത് തണുപ്പ് തന്നെയാണല്ലോ. അങ്ങനെ അവൻ്റെ അമ്മ വിളക്കേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി കാരണവന്മാർ തീരുമാനിക്കും ഡേറ്റ് കാര്യങ്ങളൊക്കെ. നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി.
അങ്ങനെ കാരണവന്മാർ ഓരോന്നും പറഞ്ഞ് ഒരു ഡേറ്റ് അവസാനം കണ്ടെത്തി ജൂൺ 7-ലേക്കാണ് നിശ്ചയം ഉറപ്പിച്ചിട്ടുള്ളത്. ആ ഡേറ്റ് നമ്മൾ ഉറപ്പ് നൽകിയോണ്ടാണ് അവർ നമുക്ക് അവരെ ഭാഗത്തുനിന്ന് മുറുക്കാൻ തരുന്നത്. അപ്പം നമ്മൾ ആ ഡേറ്റ് ഫിക്സ് ആക്കി എന്നുള്ളതിന് നമ്മളെ ഭാഗത്തുനിന്ന് ഒരാൾ ആ മുറുക്കാൻ കഴിക്കണം. അങ്ങനെ ഇപ്പോൾ വലിയച്ഛനാട്ടോ എടുത്തത്. അതിനുശേഷം പരസ്പരം കൈയെടുത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ. ഞാൻ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ എൻ്റെ ചേച്ചീൻ്റെ ചെറിയ മോനെ ഞാൻ കാണണത്. ആൾ പല സുന്ദരനും തടിയനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മായിയും പാപ്പൻ്റെ മോളൊക്കെ ഒരുമിച്ചിരുന്നാട്ടോ. ബിരിയാണി സൂപ്പറായിരുന്നു. പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ